നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ഒരു ആത്മഹത്യയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സത്താര ജില്ലയിൽ 28-കാരിയായ ഒരു ഡോക്ടറാണ് തൂങ്ങി മരിച്ചത്. ഡോക്ടർ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒരു ഡോക്ടർ താൻ അനുഭവിച്ച ശാരീരിക മാനസിക ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ 4 തവണ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്ത വനിതാ ഡോക്ടർ എഴുതിയ 4 പേജുള്ള ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് കേസുകളിലെ പ്രതികൾക്ക് വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ താൻ നിർബന്ധിതയായെന്നും അതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിക്കപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഒരു കേസിൽ MP-യും പേഴ്സണൽ അസിസ്റ്റന്റുമാരും സമ്മർദ്ദം ചെലുത്തിയതായും കുറിപ്പിലുണ്ട്. സർട്ടിഫിക്കറ്റിനായി പ്രതികളെ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ഇത് ചോദ്യം ചെയ്തപ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും കുറിപ്പിലുണ്ട്. 2 തവണ പോലീസിൽ പരാതി നൽകിയെന്നും നടപടി ഉണ്ടായില്ലെന്നും ബന്ധു ആരോപിച്ചു. അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഡോക്ടറുടെ ഒരു കൈവെള്ളയിൽ ഇത്തരത്തിൽ ചില ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സത്താറയിൽ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന 28 വയസ്സുള്ള ഡോക്ടറെ വ്യാഴാഴ്ച രാത്രിയാണ് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈവെള്ളയിൽ ആത്മഹത്യക്കുറിപ്പും കൂടി എഴുതിയാണ് വനിതാ ഡോക്ടർ ജീവനൊടുക്കിയത്. പിന്നീടാണ് 4 പേജുള്ള കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഒരുപക്ഷെ ആ കുറിപ്പ് ആരെങ്കിലും ഇത്തരത്തിൽ മറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിയായിരിക്കാം തന്റെ കൈവെള്ളയിൽ കൂടി താൻ എന്തിനാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് സ്വന്തം കൈവെള്ളയിൽ കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം ആ ഡോക്ടർ മരിച്ചിരിക്കുന്നത്. സത്താറ SI ഗോപാൽ ബധാനെ 4 തവണ വിവിധ സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചുവെന്നും സഹായിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രശാന്ത് ബൻകർ മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ആത്മഹത്യക്കുറിപ്പിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ ജൂൺ 19-ന് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. സംഭവം വിവാദമായതോടെ ഗോപാൽ ബൻധാനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്തതായി പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിലുള്ള ആരോപണങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. വിഷയത്തിൽ മഹാരാഷ്ട്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രൂപാലി ചക്രങ്കർ ഇടപെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സത്താര പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റവാളികളെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായുമാണ് ലഭിക്കുന്ന വിവരം. സബ് ഇൻസ്പെക്ടർ ഗോപാൽ ബധാനെതിരെയും പ്രശാന്ത് ബങ്കർ എന്ന ആൾക്കെതിരെയും ബലാത്സംഗം, ആത്മഹത്യ പ്രേരണ തുടങ്ങിയ വകുപ്പുകളിൽ കേസെടുത്തിട്ടുണ്ട്. പ്രതിയായ സബ് ഇൻസ്പെക്ടറെ അടിയന്തരമായി സസ്പെൻഡും ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും സത്താര ജില്ലാ പോലീസ് സൂപ്രണ്ട് തുഷാർ ദോഷി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായിട്ട് പ്രതികളുടെ പേരുകൾ അടക്കം രേഖപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. താൻ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഈ ഡോക്ടർ, 28 വയസ്സുള്ള ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിലുള്ള പ്രതികൾ അത് എത്ര ഉന്നതരാണെങ്കിലും നിയമത്തിന് മുൻപിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.